ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കോളേജല്ല, ഒരു പി യു കോളേജ് എന്ന് വെച്ചാൽ കർണാടകയിൽ +2-നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ +2 കോളേജിലോട്ട് പോവുകയാണ്, അവിടെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനായിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോളേജിൽ നിന്ന് ഏകദേശം ഹാഫ് ആൻ അവർ യാത്ര ഉണ്ട് ആ കോളേജിലോട്ട്. ഞങ്ങളൊരു 10 മണിക്ക് എന്തോ ഇറങ്ങി, ഒരു 10:30 ഒക്കെ ആയപ്പോൾ എത്തി. ഞങ്ങൾ നേരത്തെ വരാൻ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. ഞങ്ങളല്ല വരാൻ ലേറ്റായത്. ഇന്ന് ഞാൻ നാട്ടിൽ പോകേണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഈ ഒരൊറ്റ പ്രോഗ്രാം കാരണമാണ് ഞാൻ ലേറ്റായത്. ഫസ്റ്റ് എൻ്റേതായിരുന്നു, ഞാൻ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഫുഡ് അഡിക്ഷനെ പറ്റിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് നവ്യശ്രീ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു കൊടുത്തു. നല്ല പിള്ളേരായിരുന്നു ഗൈസ്, ഭയങ്കര എല്ലാ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു പിള്ളേരായിരുന്നു. എനിക്കിത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയി ക്ലാസ്സിൽ ചെന്നിട്ട് എല്ലാം മാറ്റിയതിന് ശേഷം എനിക്ക് തിരിച്ച് ട്രെയിൻ കയറാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും എനിക്കുണ്ട്, എൻ്റെ സന്തോഷമുണ്ട്, എന്നാൽ എല്ലാം കൊണ്ട് ടെൻഷനുണ്ട്. രണ്ടാമത് നവ്യ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടായിരുന്നു. അവൾ ജങ്ക് ഫുഡും ഹെൽത്തി ഫുഡും തമ്മിലുള്ള ഒരിതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത് അഭിനയ എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ടുണ്ട്. അവർ രണ്ടുപേരും കർണാടകയായിട്ട് കന്നഡയിലാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ മാത്രം മലയാളി ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. അവൾ ഫുഡ് പിരമിഡിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. 3 ടോപ്പിക്ക് എടുത്തോളൂ, ബാക്കി ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇത്രയും ആണ് പറഞ്ഞത്. ഒരു 1 അവർ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 1 ഹാഫ് ആൻ അവർ ക്ലാസ് എടുത്ത് പിന്നെ കുറേ നേരം പിള്ളേരുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. കുറേ ലേറ്റായിട്ടാണ് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. പിന്നെ അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു, വേറെ ഒന്നുമില്ല, അത്രയൊക്കെ സംസാരിച്ചിരുന്നു. എന്നിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് വേണം പോകാനെന്ന് പറഞ്ഞ്. കാരണം നമ്മൾ നേരത്തെ പഠിപ്പിച്ചു കഴിഞ്ഞു. അവർ നമ്മളടുത്ത് 3-4 മിനിറ്റ് പഠിപ്പിച്ച് തീർക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3-4 മിനിറ്റ് തീർത്തിട്ടും പിന്നെ സമയം ഉണ്ടായിരുന്നുകൊണ്ട് വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഗൈസ്. പിന്നെ ഇറങ്ങിയപ്പോൾ ഒരു 11 മണി കഴിഞ്ഞു, 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും കോളേജിലെത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. വൈകിട്ട് നാട്ടിൽ പോകണം.